നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ആ ചിത്രത്തിലുള്ളത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിനൊപ്പം ഉള്ളത് ജാക്ലിൻ കെന്നഡി എന്ന് പറയും. അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി ആയിരുന്ന 1962 കാലഘട്ടത്തിൽ ഫസ്റ്റ് ലേഡി ആയിരുന്ന ജാക്ലിൻ കെന്നഡിയാണ്, കെന്നഡിയുടെ ഭാര്യ. അവർ ഇന്ത്യയെ സന്ദർശിക്കുകയാണ്. നെഹ്റുവിൻ്റെ പ്രത്യേക പ്രകാരമാണ് ഇന്ത്യയിലെത്തിയത്, ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പാമ്പാട്ടി ഇരുന്ന് മകുടു യൂതി പാമ്പിനെ ഇങ്ങനെ ആട്ടുന്ന ഒരു ദൃശ്യമാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പാമ്പാട്ടിയെ വിളിച്ചു വരുത്തി ഇവരുടെ മുന്നിലിരുന്ന് അയാൾ ഒരു തലയെ കെട്ടൊക്കെ കെട്ടി ഇരുന്നിട്ട് ഇങ്ങനെ പാമ്പാട്ടി ഊതുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയെ പറ്റിയുള്ള സന്ദേശം അവർക്ക് കൊടുക്കുന്നത്? അവികസിതമായിട്ടുള്ള എന്തോ ഒരു തരത്തിലുള്ള ആ, അടഞ്ഞ താഴെയുള്ള ഒരു സംസ്കാരമായിട്ടാണ് അതിനെ കണക്കാക്കിയതും കാണിച്ചു കൊടുത്തതുമല്ല. ഇത് നെഹ്റുവിൻ്റെ മാത്രം ശീലമല്ല. ഇടതുപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും പഴയകാല ചരിത്രകാരന്മാർ, പഴയകാലം എന്ന് പറയട്ടെ, ഈ റോമില താപ്പറിൻ്റെ ചരിത്ര പുസ്തകമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയിട്ട് അവർ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം 1966 അവർ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എഡിഷനിലെ തുടക്കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് സ്നേക്ക് ചാമേഴ്സ്. ഇന്ത്യ ഒരു പാമ്പാട്ടികളുടെ രാജ്യമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അവർ കണ്ടത് മാത്രമാണ്. ഏറ്റവും താഴെയുള്ള ഒന്നിനെ എടുത്തു വെച്ചിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറയും. ഇന്ത്യയിലെ എവിടെയെങ്കിലുമുള്ള ചേരികളെ എടുത്തു വെച്ചിട്ട് പറയും ഇതാണ് ഇന്ത്യ എന്ന് പറയും. ഇതൊക്കെയാണ് അവതരിപ്പിച്ചിരുന്നത്. ഇന്ത്യയുടെ ദാരിദ്ര്യം, ഇന്ത്യ ഒന്നുമല്ലായ്മയിൽ നിൽക്കുന്നത്, ഇതൊക്കെയാണ് നെഹ്റുവും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് റൊമീല താപ്പറിനെ പോലുള്ള ചരിത്രകാരികളൊക്കെ എടുത്ത് കാണിക്കുന്നത്. ഇർഫാൻ ഹബീബും ഇതൊക്കെയാണ് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതും ദാരിദ്ര്യത്തെ വിൽക്കാൻ ശ്രമിക്കുകയൊക്കെയാണ്, ദാരിദ്ര്യ പ്രദർശനവുമൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് ഇന്ത്യ എന്താണ് കാണിച്ചു കൊടുക്കുന്നതെന്നറിയാമോ? ഇന്ത്യയിലേക്ക് ഇപ്പോൾ ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഇതാ ഞങ്ങളുടെ സംസ്കാരം ഇതാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ അവർക്ക് മുന്നിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത ഉപകരണങ്ങളിലൊന്നായിട്ടുള്ള സന്തൂർ. സന്തൂർ എന്ന് പറയുന്ന ഒരു തന്ത്രി മീട്ടുന്ന ഒരു സംഗീത ഉപകരണമാണ്. ചെറിയ ഒരു കോലുകളുണ്ട്, തടിയിലുള്ള കോലുകളുണ്ട്, അത് വെച്ചിട്ടാണ് ഇതിനെ പ്ലേ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ സനൈ താക്കായിച്ചിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ഇതാണ് കശ്മീരി സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്തോ പേർഷ്യൻ സംഗീത പാരമ്പര്യത്തിൻ്റെ പരമോന്നതി വിളിച്ചോതുന്ന ഒരു ഉപകരണമാണ്. അതിൽ നിന്ന് വരുന്ന മധുര സംഗീതമാണ്. അത് താക്കായിച്ചിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർ അത് പ്ലേ ചെയ്തു. അപ്പോൾ ഇന്ത്യയെ പറ്റിയിട്ട് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഇവരെ അതെ, ഈ പറയുന്ന ജാക്ലിൻ കെന്നഡി ഇന്ത്യയിൽ വന്നപ്പോൾ നെഹ്റു പിന്നെ കൊണ്ടുപോയത് എവിടെയെന്ന് അറിയാം? ജയ്പൂരിൽ കൊണ്ടുപോയി ആന സവാരിക്ക്. പാമ്പാട്ടികൾ, ആനപ്പുറത്തെ സവാരി, ഇതൊക്കെയാണ് ഇന്ത്യ എന്ന് അവർ വിചാരിക്കും. ഓ, എന്തൊരു ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യത്താണ് പോയത് എന്ന് വിചാരിക്കും. അതിനപ്പുറത്തേക്ക് അവർ വരുമ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന എന്തെല്ലാം ഉണ്ട്. സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരുപാട് മാതൃകകൾ ഇന്ത്യയിലില്ലേ? ഇന്ത്യയുടെ സംസ്കാരത്തെ എങ്ങനെയെല്ലാം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാമായിരുന്നു. അതായത് ഇന്ത്യയുടെ ഏറ്റവും പരമവൈഭവത്തിൽ നിൽക്കുന്ന, ലോകത്ത് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറയാൻ കഴിയുന്ന വേദാന്ത സംസ്കൃതിയുണ്ട് നമുക്ക്. അതിനു മുൻപ് എത്രയോ കാലങ്ങളായിട്ട് ലോകം നേരെ ചൊവ്വേ എഴുതാനും വായിക്കാനും പഠിക്കുന്ന, അവർ ഇരുമ്പ് പോലും കണ്ടുപിടിച്ചിട്ടില്ല ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ. അവർ അന്നും വേട്ടയാടി നടക്കുമ്പോൾ ഇവിടെ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് വേദത്തിൻ്റെ മഹത്തായ ശക്തിയും അതിൻ്റെ ഊർജവും പ്രകൃതിയെയും കാലാവസ്ഥയെയും ഭൂമിയുടെ അനവധി മാറ്റങ്ങളെയും മനുഷ്യ ശരീരത്തിൻ്റെ സൂക്ഷ്മാണുക്കളെ പോലും മനസ്സിലാക്കിയ വേദത്തിൻ്റെ വലിയ പാരമ്പര്യം എടുത്ത് കാണിക്കാൻ കഴിയുമായിരുന്നു. ഇതൊന്നുമല്ല അവർ കാണിച്ചതെന്നുള്ളതാണ്. ഇന്ത്യയുടെ സംസ്കാരമുണ്ട്, സമ്പന്നതയുണ്ട്, ഇന്ത്യയുടെ ആയോധന കലയുണ്ട്, ഇന്ത്യയുടെ സംഗീതമുണ്ട്, ഇന്ത്യയുടെ ഗവേഷണങ്ങളുണ്ട്, ഇന്ത്യയുടെ ചരിത്രമുണ്ട്. ഇന്ത്യയിലെ വലിയ യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു, വമ്പൻ യൂണിവേഴ്സിറ്റികൾ. ലോകം അറിവ് തേടി ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കാണിക്കാമായിരുന്നു. നിങ്ങൾ വെള്ളക്കാർ ഇവിടെ വന്ന് കൊള്ളയടിക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ, വ്യവസായ, വാണിജ്യ, സംസ്കാര കേന്ദ്രമായിരുന്നു ഭാരതം എന്നവർക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇന്ത്യയിൽ ഇല്ലാത്തതൊന്നുമില്ല, ഇന്ത്യയിൽ കാണാത്തതൊന്നുമില്ല. മഹാഭാരതത്തെ പറ്റി പറയും എപ്പോഴും. ഇതിലുള്ളത് പലയിടത്തും കണ്ടേക്കാം, പക്ഷേ ഇതിലില്ലാത്തത് നിങ്ങൾക്ക് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല എന്ന് പറയും. എല്ലാം ഇതിലുണ്ട് എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ എടുത്തു നോക്കൂ. മരുഭൂമികൾ, മഞ്ഞുമലകൾ, നദികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വമ്പൻ കുന്നുകൾ, അഗാധ ഗർത്തങ്ങളുള്ള മേഖലകൾ, ചതുപ്പു നിലങ്ങൾ,
എല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭൂപ്രകൃതിയുണ്ടോ അതെല്ലാം സമന്വയിച്ചിരിക്കുന്ന ഒരു മനോഹര ഭൂമിക. ഇതിനപ്പുറം വേറെന്തുണ്ട്? സമുദ്രം സദാ അലയടിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഭൂമി, സമ്പത്ത് എല്ലാം. അതായത് ഈ അമേരിക്കക്കാരോ യൂറോപ്യൻസിനോ ഒക്കെ എന്താ, യൂറോപ്പിൽ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയാണ്, അവിടെ 45 ഡിഗ്രിയൊക്കെയാണ്, അവർക്കവിടെ ജീവിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് യൂറോപ്പ് കിടക്കുന്നത്. ഒന്നുകിൽ കൊടും തണുപ്പ്, മഞ്ഞ്, പുൽക്കൊടി പോലും മുളയ്ക്കാത്ത നാട്. പക്ഷേ ഭാരതം അങ്ങനെയാണോ? ഭാരതത്തിൻ്റെ മരുഭൂമികളിൽ പോലും ആഹാരം വിളയും. അങ്ങനെയുള്ള ഒരു സമൂഹവും സംസ്കാരവുമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. പടിഞ്ഞാറുകാർ മൃഗങ്ങളെ മാത്രം കൊന്നു തിന്ന് മരുഭൂമികളിൽ ജീവിക്കുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ടായിരുന്നു. രാജ്യം അങ്ങനെ വിസ്തൃതമായി കിടക്കുകയാണ്. അപ്പോൾ ഈ സംസ്കാരങ്ങളെ കാണിക്കുന്നതിന് പകരം എന്തായിരുന്നു നെഹ്റുവും ഇവിടുത്തെ ചരിത്രകാരന്മാരും ഇന്ത്യയെപ്പറ്റി കാണിച്ച? പാമ്പാട്ടികളുടെ നാട്, ആനക്കാരൻ്റെ നാട്, സർക്കസുകാരുടെയും എന്താ ബ്ലാക്ക് മാജിക്കുകാരുടെയും ഈ പറയുന്ന കപട മന്ത്രവാദികളുടെയൊക്കെ നാട് എന്നാണ്. പക്ഷേ ഇവിടുത്തെ മന്ത്രശക്തി പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി വന്നിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ്, എല്ലാത്തിനും ശേഷിയുള്ള രാജ്യമാണ്. മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ലോകത്തിൽ മറ്റൊരു രാജ്യങ്ങൾക്കും കഴിയാത്തതാണ് ഇന്ത്യക്ക് കഴിയുന്നത്. സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, കല, സംസ്കാരം, അറിവ്, ഗവേഷണം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാത്തിലും ഇന്ത്യ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ജപ്പാനുമായിട്ടൊരു വലിയ സൗഹൃദം, അത് വീണ്ടും ഷിൻസോ അബെയുടെ കാലത്ത് തന്നെ മോദി അദ്ദേഹത്തെ സ്വന്തം സഹോദരനെ പോലെയാണ്, ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് കണ്ടത്. അദ്ദേഹം അത് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഏറ്റവും ഉറ്റ ചങ്ങാതിയായിരുന്നു. ഷിൻസോ അബെയുടെ മരണം മോദിക്ക് വലിയ ദുഃഖമാണ് കൊടുത്തത്. ആ സമയത്ത് അദ്ദേഹം അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് നരേന്ദ്രമോദിക്ക് മുൻപ് മുതൽ തന്നെ ഈ പറയുന്ന ഷിൻസോ അബെയുമായിട്ട് ഗാഢമായിട്ടുള്ള സൗഹൃദമുണ്ടായിരുന്നു. അവർ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം സംവദിക്കുമായിരുന്നു. കാരണം ഒരേ ദേശീയതയാണ് അവരെ നയിച്ചിരുന്നത്. സ്വന്തം രാജ്യത്തോടുള്ള അഗാധമായ ഭക്തിയും പ്രേമവുമാണ് അവർ രണ്ടുപേരെയും നയിച്ചിരുന്നത്. ഷിൻസോ അബെയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഷിൻസോ അബെയുടെ ബന്ധം കൂടിയാണ് തക്കായിച്ചി ഇവിടെ എത്തുമ്പോൾ നരേന്ദ്രമോദി പുതുക്കുന്നത്. നരേന്ദ്രമോദി പറയുന്നുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നു ഷിൻസോ അബെയെങ്കിൽ നിങ്ങൾ എനിക്കൊരു കുഞ്ഞനുജത്തിയാണ്, എൻ്റെ സ്വന്തം അനുജത്തിയെ പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തി എന്നാണ് സംബോധന ചെയ്യുന്നത്. ചോട്ടി ബഹൻ എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. ഒരു തങ്കച്ചിയായി കാണുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് നയതന്ത്ര വിജയം. ഈ നയതന്ത്ര വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റ്, നമ്മൾ ചിലരെ പറ്റി പറയും, നിങ്ങൾ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അവൻ പെരുമാറുന്നതെന്ന്. ഇവിടെ അങ്ങനെ ഡിപ്ലോമാറ്റിക് അല്ല, ആത്മാർത്ഥത കൂടിയുണ്ട് എന്നുള്ളതാണ്. ആ ആത്മാർത്ഥതയും മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സമീപനവും ഉണ്ടല്ലോ, അതാണ് സത്യസന്ധതയാണ് ഒരു മനുഷ്യനെ നയിക്കുന്നത്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് വന്നിറങ്ങുമ്പോഴത്തേക്കും പീപ്പിൾ ഓഫ് ഇന്ത്യ ലവ്സ് യു സാർ എന്ന് പറഞ്ഞിരുന്ന മൗനി ബാബയുടെ നാടല്ല ഇതിപ്പോൾ. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഭാരതം സ്വന്തം നട്ടലിൽ നിന്നുകൊണ്ട് സ്വന്തം പാദം നിലത്തുറപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ നിവർന്നു നിൽക്കുകയാണ്. ആ പാരമ്പര്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നിരന്തരമായി വളരെ വ്യക്തമായിട്ടുള്ള സൗഹൃദമുണ്ട്. അത് ശരിയായ രീതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കക്ഷി ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന, മികച്ചതാക്കുന്ന ഒരുപാട് സഹകരണത്തിന് കൂടി ഈ പറയുന്ന ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച തക്കായിച്ചി ഇന്ത്യയിലെത്തിയപ്പോൾ വലിയ തോതിൽ ആഴത്തിലുള്ള ഒരു സൗഹൃദം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യം സാങ്കേതിക വിദ്യയിലെ സഹകരണത്തിന് കൂടി ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങൾ തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആൻറ്റിന യൂണിക്കോൺ എന്ന് പറയുന്ന നേവിക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച റേഡിയോ സംവിധാനങ്ങൾ, അതിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നു. സാമ്പത്തിക സുരക്ഷാ റോഡ് മാപ്പുകൾ തയ്യാറാക്കുന്നു. അതായത് സപ്ലൈ ചെയിൻ റെസൈലിയൻസ് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരു രാജ്യങ്ങളും ഒരു റോഡ് മാപ്പ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ചൈനയ്ക്ക് ഏറ്റവും അടികിട്ടാൻ പോകുന്ന കാര്യമാണ് സെമി കണ്ടക്ടർ നിർമ്മാണത്തിനകത്ത് നിർണായക ധാതുക്കളുടെ കാര്യത്തിലൊക്കെ തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണത്തിന് കൂടി ഇത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സൗഹൃദവും കരാറും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വ്യാപാര കരാറിലുണ്ട്. മദർ ഓഫ് ഓൾ എഗ്രിമെൻറ്റ്സ് എന്നാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വെച്ച കരാറിനെ പറ്റി വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര കരാറുണ്ട്. ഉഭയകക്ഷി വ്യാപാര കരാർ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇതുവരെ ഏതാണ്ട് കഴിഞ്ഞ 15 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന കരാറിനെ അവലോകനം ചെയ്യുന്നതിനുമായിട്ടുള്ള
തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോള അസ്ഥിരതയ്ക്കിടയിലും പരസ്പര വിശ്വാസത്തിലൂന്നിയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങൾ തമ്മിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളത്. ഇത് മാത്രവുമല്ല, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടി ഇവർ തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയും ജപ്പാൻ പ്രധാനമന്ത്രി തകായിച്ചിയും തമ്മിലുള്ള ഒരു ധാരണ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന സമുദ്ര സുരക്ഷയുമായിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ധാരണയിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണ ചൈന കടലിടുക്കിലും ഈ പറയുന്ന ഇന്തോ പസഫിക് റീജിയനിലുമൊക്കെയുള്ള ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി സംയോജിതമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലൊക്കെ വലിയ സഹകരണത്തിന് ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ജപ്പാൻ്റെ പ്രിസിഷൻ സാങ്കേതിക വിദ്യയും അത് തമ്മിൽ ഒന്നിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ആഗോള AI വികാസത്തിന് ചൈനയും അമേരിക്കയും മാത്രമല്ല, ഇന്ത്യക്കും അതിനുള്ള ഒരു വലിയ ശേഷിയുണ്ട് എന്നുള്ളത് തുറന്നു കാണിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വലിയ വികാസത്തിന് കൂടി ധാരണയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാഡ് മുതൽ ഉള്ള, ക്വാഡ് എന്ന് പറഞ്ഞാൽ ചതുർരാഷ്ട്ര സഖ്യമാണ്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണമാണ്. അതിനപ്പുറത്തേക്ക് ആഗോള ഭീകര പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ജപ്പാൻ്റെ സൗഹൃദവും അതിനുള്ള നീക്കവും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവർ തമ്മിൽ അക്കാര്യത്തിനകത്ത് വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് പോലുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനയും ഈ പറയുന്ന അവർ നടത്തിയിട്ടുള്ള ഭീകരാക്രമണമുണ്ട്, പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങളെയൊക്കെ ജപ്പാൻ അപലപിച്ചു. ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ഈ പറയുന്ന ഭീകരവാദ ശക്തികളെ എല്ലാ കാലത്തും പ്രതിരോധിക്കണമെന്നും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദിന്, ലഷ്കർ-ഇ തോയ്ബ തുടങ്ങിയ സംഘടനകളെയൊക്കെയാണ് അതിനെല്ലാം തള്ളി പറഞ്ഞിട്ടുള്ളത്. അത് മാത്രവുമല്ല, ചൈനയ്ക്ക് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള നിലപാടുകൾ ഇരു രാജ്യങ്ങളും എടുത്തിരിക്കുന്നു. ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ നിലവിലെ സ്ഥിതി മാറ്റാനുള്ള യാതൊരു ശ്രമത്തെയും ഇരു രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നു എന്നാണ് പറയുന്നത്, സമുദ്ര ഗതാഗതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയും ജപ്പാനും നേരിടുന്ന പ്രശ്നങ്ങളെ കൂടി ഇവർ നന്നായിട്ട് സംബോധന ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്ക് മുമ്പിലും എങ്ങനെ നയം സ്വീകരിക്കുന്നു, എങ്ങനെ നിലപാടെടുക്കുന്നു, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ചേരിചേരാ നയം പോലുള്ള പൊട്ടത്തരങ്ങളെടുത്തതിൻ്റെ ഫലം എന്താണെന്ന് നമ്മുടെ രാജ്യം അറിഞ്ഞതാണ്. നമ്മൾ 1990 വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു സ്വതന്ത്ര വിപണി ഉണ്ടായി വരാനും ഇവിടെ ഡെവലപ്മെൻറ്റിന് തുടക്കം കുറിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ രാജ്യത്തെ പടുകുഴിയിലേക്ക് കെട്ടിയിട്ട ഒരു കാലമായിരുന്നു എന്നുള്ളത് കൂടിയായിരുന്നു അത് പോയ കാലം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം വിസ്മൃതിയിലേക്ക് പോയിരിക്കുന്നു. പുതിയ കാലത്തെ നരേന്ദ്രമോദി നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകാശമാണ് ലോകത്തിലേക്ക് വ്യാപിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.